السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. നാം ഇനി പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ മുൽക്ക് പാരായണ പഠനമാണ്. ഏതൊരു സത്യവിശ്വാസിയുടെയും പരമമായ ലക്ഷ്യം പരലോകരക്ഷയും സമാധാനവുമാണ്. ദുനിയാവിലെ ജീവിതം എന്നത് ശാശ്വതമല്ല, നശ്വരമാണ്. അനന്തമായ, അറ്റമില്ലാത്ത, അനശ്വരമായ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിക്കേണ്ട ലോകം മരണശേഷമുള്ള ലോകമാണ്. പക്ഷേ ആ ലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ദുന്യാവിൽ നിന്ന് ധാരാളം നന്മകൾ നാം ചെയ്യണം. സുഖസൗകര്യങ്ങളിൽ മതിമറന്ന് സുഖലോലുപതയിൽ മുഴുകിയ നാം നാളെ കിടക്കേണ്ടത് ഉറ്റവരും ഉടയവരും ആരുമില്ലാതെ വെറും 3 കഷ്ണം തുണിയിൽ 6 അടി മണ്ണിലാണ്. അവിടെ കട്ടിലില്ല, മെത്തയില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഒന്നും തന്നെയില്ല. നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ് അവിടെ നമുക്ക് ലഭിക്കാനുള്ളത്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നൽ ഖബറ അവ്വലു മനാസിൽ ആഖിറ. തീർച്ചയായും ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലെ ഇടങ്ങളിൽ നിന്നുള്ള ആദ്യ ഇടമാണ്, ആദ്യ ഭവനമാണ്. ആ ഖബറിൽ നിന്നും ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളതെല്ലാം യാതൊരു ബുദ്ധിമുട്ടുമില്ല, പ്രയാസവുമില്ല, അതിനേക്കാൾ എളുപ്പമാണ്. ഖബറിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുശേഷമുള്ളതെല്ലാം അതിനേക്കാൾ വലിയ പ്രയാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഖബറിൻ്റെ അദാബിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ, ആഖിറം വിജയിക്കാൻ, സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാണ് സൂറത്തുൽ മുൽക്ക് അഥവാ തബാറക സൂറത്ത് ദിവസവും പാരായണം ചെയ്യുക എന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് കുല്ല ലൈലത്തിൻ. ആരെങ്കിലും ഒരാൾ തബാറക സൂറത്ത് ദിവസവും രാത്രി പാരായണം ചെയ്താൽ മനഅഹുല്ലാഹു അസ്സ വജല്ല ബിഹാ മിൻ അദാബിൽ ഖബർ. ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് അവനെ അല്ലാഹു സുബ്ഹാനഹു തആല തടയും. ഖബറിൻ്റെ ശിക്ഷയാണല്ലോ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. ആദ്യമായി നാം അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ആ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമോ, സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് ദിവസവും രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പെങ്കിലും നാം പാരായണം ചെയ്യുക. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന സൂറത്തും മിനൽ ഖുർആനി സലാസൂന ആയ. തീർച്ചയായും ഖുർആനിലുണ്ട് 30 ആയത്തുകൾ. ശഫാഅത്തി ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു. അത് പാരായണം ചെയ്ത വ്യക്തിക്ക് അവൻ്റെ ദോഷങ്ങൾ പൊറുക്കുന്നതുവരെ അവനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. ഏതാണ് ആ 30 ആയത്തുകൾ എന്ന് നമുക്കറിയണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തുടർന്ന് പറയുകയാണ്, വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അത് തബാറക സൂറത്താണ്. അതിനാൽ നാം ഈ സൂറത്ത് പതിവാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, ഈ 2 സൂറത്തും ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു. കാന ലാ യനാം ഹത്താ യഖറ അലിഫ് ലാം മീം തൻസീൽ വ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിഫ് ലാം മീം തൻസീൽ അഥവാ സൂറത്തു സജദ, അതേപോലെ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, മുൽക്ക് സൂറത്ത്, ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യാതെ ഉറങ്ങാറില്ലായിരുന്നു. അതിനാൽ ഈ 2 സൂറത്തുകളും
നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം. ദിവസവും രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പെങ്കിലും ഈ സൂറത്ത് പാരായണം ചെയ്യണം, പതിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ഈ ഒരു സൂറത്ത് നാം പാരായണം ചെയ്യുക എന്ന് പറയുമ്പോൾ തെറ്റുകൂടാതെ പാരായണം ചെയ്യണം, എന്നാലല്ലേ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് തെറ്റുകൂടാതെ തജ്വീദ് അനുസരിച്ച് നമുക്ക് പാരായണം ചെയ്യണം, അത് പഠിക്കണം. അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ ക്ലാസ് തയ്യാറാക്കിയത്. ഈ സൂറത്ത് നാം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമായ ചില തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ സൂറത്തിൻ്റെ തഫ്സീർ വ്യാഖ്യാനം, തഫ്സീർ ജലാലിനിയുടെ ക്ലാസ് ഈ ക്ലാസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് അവിടെ പോയി കേൾക്കാവുന്നതാണ്. ഈ ക്ലാസിൻ്റെ ശൈലി 1 പാർട്ടുകളായിട്ടാണ്. 2 അതത് ക്ലാസ്സിൽ പഠിക്കുന്ന ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മദ്, ഗുന്ന, മഖ്റജ് അങ്ങനെ തുടങ്ങിയ അത്യാവശ്യമായ ചില കാര്യങ്ങൾ വിവരിക്കുന്നു. പാർട്ടുകളായി നടക്കുന്ന നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാനമായി ക്ലാസ്സിൽ പറയുന്ന ആയത്തുകൾ സംഘമായി ഓതുന്ന ഒരു രീതിയാണ്. എല്ലാ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും രണ്ടാമത്തെ തവണ കൂടെ അതേപോലെ തന്നെ ഓതി പഠിക്കുകയും ചെയ്യണം. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ ക്ലാസ്സുകൾ എങ്ങനെയെങ്കിലും ഒരു ഒഴുക്കുമട്ടിൽ ഇങ്ങനെ കേട്ടതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കുകയും പറയുന്ന കാര്യങ്ങൾ പരിശീലിക്കുകയും നോട്ട് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നെങ്കിൽ അതൊക്കെ എഴുതി വെക്കുകയും ചെയ്യണം. എന്നിട്ട് നാം ദിവസവും ഓതുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നാം ഓതണം. കയ്യിൽ മുസ്ഹഫ് ഉള്ളവർ സൂറത്തുൽ മുൽക്ക് തുറന്നു വെച്ച് അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. അല്ലാത്തവർ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കുക. സൂറത്തുൽ മുൽക്ക് മക്കിയാണ്, മക്കയിൽ അവതരിച്ചതാണ്. 30 ആയത്തുകളാണുള്ളത്. ഇന്ന് നാം പഠിക്കുന്നത് സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ 4 ആയത്തുകളാണ്. ഒന്നാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഒന്നാമത്തെ പദം തബാറക. തബാറ റ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇവിടെ പലരും തബാറ റ എന്ന് മൊഴിയാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമല്ല. റാഇന് 2 അവസ്ഥകളുണ്ട്. 1 തഫ്ഖീം തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക, 2 തർക്കീഖ് നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കുക. റാഇന് ഫത്ഹ് വരുമ്പോൾ തഫ്ഖീം അഥവാ തടിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അതിനാൽ തന്നെ തബാറ റ തബാറകല്ലദീ അല്ലദീ ദാലാണ്. ഇവിടെ പലരും ഓതാറുള്ളത് ദാലായി തബാറകല്ലദീ എന്നാണ്. ആ പാരായണം തെറ്റാണ്. ബിയദിഹിൽ മുൽക്കു വഹുവ അലാ വഹുവ ഐൻ. പലരും ഇവിടെ ശരിയായ രൂപത്തിൽ ഐന് ഉച്ചരിക്കാറില്ല. വഹുവ ഇങ്ങനെയാണ് ഓതേണ്ടത്. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണല്ലോ ഐന് മൊഴിയേണ്ടത്, അതാണല്ലോ അതിൻ്റെ മഖ്റജ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ശൈഇൻ ഇവിടെ മണിക്കണം. ഇവിടെ ഒരുപാട് ആൾക്കാർ ഓതാറുള്ളത് ഷൈഇൻ ഖദീർ എന്നാണ്. ഷൈഇൻ അങ്ങനെയല്ല, ഇഖ്ഫാ ചെയ്യണം. കാരണം തൻവീന് ശേഷം ഷൈഇൻ, ഹംസക്ക് തൻവീനാണല്ലോ, അതിനുശേഷം ഖാഫാണ് വന്നത്. അതിനാൽ ഇഖ്ഫാ അഥവാ മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ശരിയായ രൂപം ഷൈഇൻ ഖദീർ. ഖദീർ എന്ന പദം പ്രത്യേകം നോട്ട് ചെയ്ത് നാം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ ധാരാളം ഒട്ടുമിക്ക ആൾക്കാരും ഓതാറുള്ളത് ഖദീർ ഖദീർ എന്നാണ്. ആ പാരായണം ശരിയല്ല.
റായിനെ നേരിയതായ രൂപത്തിൽ തർക്കീക്ക് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അത് എങ്ങനെയാണ്? ഖദീർ ഖദീർ. ഈ സൂറത്തുൽ മുൽക്കിലെ ആയത്തുകളുടെ അവസാനത്തിൽ പല ആയത്തുകളുടെയും അവസാനം ഈ രൂപത്തിലാണ് ഓതേണ്ടത്. ഉദാഹരണം ഖദീർ, ഹസീർ, സഈർ, മസീർ, നദീർ, കബീർ. ഇങ്ങനെ ഒരുപാട് പദങ്ങൾ ഈ സൂറത്തിലുണ്ട്. ആ പദങ്ങളിലെല്ലാം തർക്കീക്കായി അഥവാ നേരിയതായ രൂപത്തിലാണ് നാം ഉച്ചരിക്കേണ്ടത്. എന്താണ് ഇവിടെ നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കാനുള്ള കാരണം? ഇവിടെ റാഇന് സുക്കൂനാണ്, അതിൻ്റെ മുമ്പ് സുക്കൂനുള്ള യാഉമാണ് വന്നത്. അതിനാൽ ഇവിടെ തർക്കീക്ക് ചെയ്തുകൊണ്ടാണ് നാം ഓതേണ്ടത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അടുത്ത ആയത്ത് الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الذي خلق الموت. الذي എന്ന് പറയുമ്പോൾ അവിടെ ദാലാണ്, ദാലായി പോകാൻ പാടില്ല. الذي خلق الموت. خلق എന്നുള്ള പദത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഹർഫ് ഖ ആണ്. തടിപ്പിച്ചുകൊണ്ടാണ് ഖ എന്ന് പറയുന്ന ഹർഫ് നാം മൊഴിയേണ്ടത്. ഖ. ല എന്ന് പറയുമ്പോൾ ആ ഒരു ഹർഫിനെ നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കേണ്ട അവസ്ഥയിലാണ്. അതിനാൽ തർക്കീക്കായിട്ടാണ് നാം ഓതേണ്ടത്. ഖലഖ, ഖാഫ് തഫ്ഖീം തടിപ്പിച്ചുകൊണ്ടും. അപ്പോൾ വ്യത്യസ്തമായ അവസ്ഥയിലാണ് ഈ 3 ഹർഫുകളും വന്നിരിക്കുന്നത്. അതിനാൽ ഒന്നാമത്തെ ഹർഫ് തടിപ്പിച്ചുകൊണ്ട്, രണ്ടാമത്തെ ഹർഫ് നേരിയതായ രൂപത്തിൽ, മൂന്നാമത്തെ ഹർഫ് തടിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള പദങ്ങൾ നാം ഉച്ചരിക്കുമ്പോൾ. ഖലഖ ഒന്ന് ഉച്ചരിച്ചു നോക്കൂ. ഖലഖ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അൽ മൗത വൽ ഹയാത്ത്. ഹ ആണ്, ഹ ആയിട്ടല്ല നാം ഓതേണ്ടത്. ഹയാത്ത് എന്നല്ല, ഹ ആയിട്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഹ നാം മൊഴിയേണ്ടത്. വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും. ലിയബ്ലുവകും ഇൽഹാർ ചെയ്യണം. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അഹ്സൻ, ഇവിടെ ഹായിൽ ഖൽഖല കൊടുത്തുകൊണ്ട് അഹ്സനു എന്ന് പലരും ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. അഹ്സൻ, അഹ്സനു അമല. ഐനാണ്, ശ്രദ്ധിക്കണം. വഹുവൽ അസീസുൽ ഗഫൂർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الغفور എന്ന് പറയുമ്പോൾ ഇവിടെ റായിനെ തഫ്ഖീം ചെയ്തുകൊണ്ട് ഗഫൂർ എന്നാണ് ഓതേണ്ടത്. അടുത്ത ആയത്ത് الذي خلق 7 سماوات طباقا. الذي ദാലാണ്, ദാലായി പോകാൻ പാടില്ല. തൊട്ടുമുമ്പുള്ള ആയത്തിൽ നാം പ്രത്യേകം പറഞ്ഞതാണ്. ഖലഖ, ഖലഖ എന്നുള്ള പദത്തെക്കുറിച്ചും തൊട്ട് മുമ്പുള്ള ആയത്തിൽ നാം കൃത്യമായി പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. സബഅ ഐനാണ്, ശ്രദ്ധിക്കണം. സമാവാതിൻ തിബാഖ, ഇവിടെ മണിക്കണം. സമാവാതിൻ തി, ത ആണ്, ത ആയി പോവാനും പാടില്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. മാ തറാ, മാ തറാ, ത ശ്രദ്ധിക്കണം. ത നേരിയതായ രൂപത്തിലാണ്. റോ, തൊറ എന്നായി പോകാൻ പാടില്ല. റായിനെ തഫ്ഖീം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് തൊട്ടുമുമ്പുള്ള ഹർഫായ തായിലും ഒരല്പം തടിപ്പിക്കുക എന്ന് പറയുന്ന അവസ്ഥ കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ പാടില്ല. തറാ, മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ. ഖൽഖിർ റഹ്മാൻ, റായിന് ഷദ് വരുന്ന സമയത്ത് ശക്തമായുള്ള പിടക്കൽ ഉണ്ടാവാൻ പാടില്ല.
ഫീ ഖൽഖിർ റഹ്മാൻ ഇങ്ങനെ പെടക്കാൻ പാടില്ല. ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, മിൻ തഫാവുത് ഇവിടെ മണിക്കണം. ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. ഫർജിഇൽ ബസറ, ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. മിൻ ഫു അവിടെയും മണിക്കണം, മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മിൻ ഫുതൂർ ആണ്, തായി ഫുതൂർ എന്നല്ല ഓതേണ്ടത്. സ്പീഡിൽ നാം പാരായണം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ത്വാ ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തായി പോവാൻ സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധിക്കണം. ഓരോ ഹർഫുകളും അത് എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത്, അതിൻ്റെ മഖ്റജ്, സിഫത്ത്, ഓന്ന, മദ് അങ്ങനെ തുടങ്ങിയുള്ള ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നാം ഓതണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. അടുത്ത ആയത്ത് ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ثم ارجع ഇവിടെ മണിക്കണം. കാരണം മീം ഷദ്ദുള്ള അവസ്ഥയിലാണ്. മീം നൂൻ ഈ 2 ഹർഫുകളും ഷദ്ദുണ്ടെങ്കിൽ ഏതവസരത്തിലും ഏത് സന്ദർഭത്തിലും നന്നായി മണിക്കണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സുമ്മർജിഇൽ ബസറ, ബസ സ്വാദാണ്, സീനല്ല, ബസറ എന്നല്ല. കറതൈനി യൻഖലിബ്, കറതൈൻ ഇവിടെയും ഷദ്ദുള്ള റാ ആണ് വന്നത്, പെടപ്പിക്കാൻ പാടില്ല. കറതൈനി എന്നല്ല, കറതൈൻ. യൻഖലിബ് ഇവിടെ മണിക്കണം. യൻഖ കാരണം യൻ സുക്കൂനുള്ള നൂൻ ശേഷം ഖാഫാണ് വന്നത്. ഇഖ്ഫായ് ചെയ്യണം, മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. യൻഖലിബ് ഇലൈക്കൽ ബസർ, ഇലൈക്കൽ ബസറു ഖാസിഅ. ഇവിടെ ഖാഇന തഫ്ഖീം അഥവാ തടിപ്പിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഖാസിഅൻ വഹുവ ഹസീർ, ഖാസിഅൻ വ മണിക്കണം. ഖാസിഅൻ ഹംസക്കിവിടെ തൻവീനാണ്, ശേഷം വാവ് വന്നു. സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം നൗമി, നൂൻ വാവ് മീം യാ ഈ 4 ഹർഫുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന അഥവാ മണിച്ചു ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അതിനാൽ ഇവിടെ ഓതേണ്ടത് ഖാസിഅൻ വഹുവ ഹസീർ, ഹസീർ. ഇവിടെയും പലരും ഓതാറുള്ളത് ഒന്നാമത്തെ ആയത്തിൽ ഖദീർ എന്ന പദത്തിൽ നാം പറഞ്ഞതുപോലെ പലരും ഓതാറുള്ളത് ഹസീർ, ഹസീർ എന്നാണ്. ആ പാരായണം ശരിയല്ല. റായിനെ ഹസീർ ഇങ്ങനെയല്ല ഓതേണ്ടത്, ഹസീർ, ഹസീർ. നേരിയതായ രൂപത്തിൽ, ഇങ്ങനെ നേരിയതായ രൂപത്തിലുള്ള ആ ഉച്ചാരണത്തിൻ്റെ പേരെന്താണ്? തർഖീഖ്. ഒന്നുകൂടി ആയത്ത് ഓതാം. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ഇനി ഈ 4 ആയത്തുകളും നമുക്ക് സംഘമായി ഓതാം. ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ നിങ്ങളും ഓതണം. എന്നാൽ പാരായണം തുടങ്ങാം. أعوذ بالله من الشيطان الرجيم.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ഈ 4 ആയത്തുകളും ഇതേപോലെ ഓതി പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.